ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പള്ളിയിലെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള മാമോദിസ തൊട്ടി ഏറെ കൗതുകം ഉണർത്തുന്നു. മുതിർന്ന ഒരു വ്യക്തിക്ക് മാമോദിസ തൊട്ടിയിൽ ഇറങ്ങി നിന്ന് മാമോദിസ സ്വീകരിക്കാനുള്ള രീതിയിലാണ് തൊട്ടി ക്രമീകരിച്ചിരിക്കുന്നത്. മുതിർന്നവരുടെ തൊട്ടിയാണെങ്കിലും കുട്ടികളും മറ്റ് ഏത് പ്രായക്കാർക്കും ഈ തൊട്ടിയിൽ മാമോദിസ സ്വീകരിക്കാം. കുദാശാക്രമം പരിഷ്കരിച്ചതിന്റെ ഭാഗമായി വന്ന ഒരു നിർദ്ദേശമായിരുന്നു മുതിർന്നവർക്ക് വേണ്ടിയുള്ള മാമോദിസ തൊട്ടി നിർമ്മിക്കുക എന്നത്. അതിന്റെ ഫലമായാണ് ഇത്തരമൊരു തൊട്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജലത്താലുള്ള മാമോദിസ നൽകാനുള്ള ഒരു ഉദ്യമം കൂടിയാണിത്. മുതിർന്ന ഒരു വ്യക്തിക്ക് മാമോദിസ തൊട്ടിയിൽ ഇറങ്ങി നിന്ന് മാമോദിസ സ്വീകരിക്കാനുള്ള രീതിയിലാണ് തൊട്ടി ക്രമീകരിച്ചിരിക്കുന്നത്. മുതിർന്നവരുടെ തൊട്ടിയാണെങ്കിലും കുട്ടികൾക്കും മറ്റ് ഏത് പ്രായക്കാർക്കും ഈ തൊട്ടിയിൽ മാമോദിസ സ്വീകരിക്കാം. മാമോദിസയിലൂടെ ഈശോ മിശിഹായുടെ മരണത്തിലും ഉയർപ്പിലും കൂടിയാണ് നാം പങ്കുചേർക്കപ്പെടുന്നത്. ദേവാലയത്തോട് ചേർന്ന് നിർമ്മിച്ച മാമോദിസ തൊട്ടി സൂചിപ്പിക്കുന്നത് മാമോദിസ സ്വീകരിച്ച് ദേവാലയത്തിൽ പ്രവേശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. മാമോദിസ തൊട്ടിയിൽ ഓരോന്നിലും ആലേഖനം ചെയ്തിരിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് ഫാദർ ജോസ് കൊച്ചുപറമ്പിൽ ഷെക്കിനായ് ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു. ഇതിലുള്ള ഡിസൈൻസ് ഈ മാമോദിസയെ സൂചിപ്പിക്കുന്ന ഡിസൈൻസ് ആണ്. അതിലേറ്റവും മധ്യത്തിൽ കാണുന്നത് ഒരു ക്രോസ് ആണ്. സെന്റ് തോമസ് ക്രോസ് തന്നെയാണ്. പക്ഷേ ഈ ക്രോസിൻ്റെ പ്രത്യേകത വശങ്ങളിൽ 2 മയിലുകൾ കാണാം. മയിൽ എന്ന് പറയുന്നത് ഒരു റിസക്ഷൻ്റെ ഒരു പ്രതീകമാണ്. പുരാതനമായ ഒരു സിമ്പലാണ്. മൈലാപ്പൂരുമായിട്ടുള്ള ബന്ധമുണ്ട്, നമുക്കറിയാം. അപ്പോൾ ആ 2 വശത്ത് മയിലും താഴെ പടികളിലുള്ള കുരിശ്, അത് പറഞ്ഞാൽ ഈ താഴെ ഈ താമരയൊന്നും കാണുന്നില്ല. അപ്പോൾ ആ ഒരു കുരിശ് ചങ്ങനാശ്ശേരി കുരിശ്, ചങ്ങനാശ്ശേരി ക്രോസ് എന്നറിയപ്പെടുന്ന കുരിശാണ്. നമ്മുടെ പഴയ പള്ളി ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആ പള്ളിയിൽ ആ ഡിസൈനുണ്ട്. അതുപോലെ തന്നെ കൽക്കുരിശ് ഒരു 15-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ് കൽക്കുരിശ്. അതിലും ആ ഡിസൈൻ കാണാം. അപ്പോൾ നമ്മളുടെ പുരാതന സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ ഒരു അടയാളമായിട്ടാണ് ആ ക്രോസ് കാണിച്ചിരിക്കുന്നത്. വലതുവശത്ത് കാണുന്നത് ഒരു അമ്മയും കുഞ്ഞും ആയിട്ട് തോന്നും, പക്ഷേ അത് മാതാവും ഉണ്ണീശോയുമാണ്. അതായത് മാതാവ് ഈശോയ്ക്ക് മുല കൊടുക്കുന്ന അതാണ്. ഇത് വളരെ പുരാതനമായ ഒരു ഐക്കണാണ്. മാതാവിൻ്റെ ഏറ്റവും പുരാതനമായ ചിത്രം റോമിലെ പ്രിഷില്ല എന്ന് പറയുന്ന കാറ്റക്കൂമ്പിലുള്ള AD 150-ലാണെന്നാണ് കരുതപ്പെടുന്നത്, അങ്ങനെ ഒരു ചിത്രം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? കാരണം ഈ മാമോദീസ എന്ന് പറയുന്നത് ഒരു മാമോദിസ മാത്രമല്ല കൊടുക്കുന്നത്. മാമോദിസയോടൊപ്പം നമ്മൾ കുഞ്ഞിന് എല്ലാ മുതിർന്നവർക്കാണെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ കൊടുക്കും. അപ്പോൾ മാമോദിസ ഒരു ബെർത്താണെങ്കിൽ കുർബാന ഒരു നറിഷ്മെൻ്റാണ്. അപ്പോൾ സഭാമാതാവിൻ്റെ ഉദരം ആയിട്ടാണ് ഈ മാംസ തൊട്ടെ കണക്കാക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ജനിച്ച കുഞ്ഞിന് സ്തന്യം കൊടുക്കുന്നു. അതാണ് പരിശുദ്ധ കുർബാന, ജീവൻ നൽകുന്നു. അപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് മാതാവ് സഭയുടെ പ്രതീകമാണ്. അപ്പോൾ അമ്മയും കുഞ്ഞും ഉള്ളത് അമ്മയും കുഞ്ഞുമായിട്ട് സങ്കല്പിക്കാം. അത് മാതാവിൻ്റെ തന്നെയാണ് അതിൻ്റെ ചിത്രം. അതാണ് കാണിച്ചിരിക്കുന്നത്. ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഒരു പ്രാവ് ഒലിവിൻ ചെല്ലയുമായിട്ട്. അത് നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിൽ നിന്നും വെള്ളം ഇറങ്ങി എന്നുള്ളതിൻ്റെ അടയാളമായിട്ടുള്ള, അത് മാമോദീസ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ്. പിന്നെ നമുക്കുള്ളത് ഒരു ഐക്കൺ ക്രമീകരിച്ചിട്ടുണ്ട്. ഈശോയുടെ മാമോദീസയുടെ ഒരു ഐക്കണാണ്. ദേവാലയത്തിലുമെല്ലാം ഒട്ടനവധി അഷ്ടമുഖങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാമോദീസയിലൂടെ രക്ഷ ലഭിക്കുന്നു എന്ന ആശയത്തിൽ പ്രകാശിപ്പിക്കുന്നതാണ് അഷ്ടമുഖങ്ങൾ. രക്ഷയുടെ പീഠകമാണ് മാമോദീസ. അതിനാൽ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ 8 പേർ രക്ഷ പ്രാപിച്ചതിന്റെ സൂചനയ്ക്കായാണ് 8 പേരുടെ മുഖങ്ങൾ പള്ളിയിലും തൊട്ടിയിലുമെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത്. മാമോദീസയുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഓരോന്നും ആലേഖനം ചെയ്തിരിക്കുന്നത്. ഷെക്കിനായ് ന്യൂസ്, കോട്ടയം.